കുറേ ദിവസമായി ഇങ്ങനെ വർക്കിനൊക്കെ പോയി മുടിയെല്ലാം കൊഴിഞ്ഞ് ഭയങ്കര ഒരു ഇതൊക്കെയാണ്, താരനൊക്കെ നിറഞ്ഞ് മുടിയൊക്കെ പോയി. അപ്പോൾ തലമുടിയെല്ലാം വളർത്താൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മഴ പെയ്ത് പ്രകൃതി നല്ല മഴ പെയ്ത് കുതിർന്ന് അല്ലേ, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ ഇങ്ങനെ നല്ലവണ്ണം ഇങ്ങനെ തളിരിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയമല്ലേ. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ പണ്ടൊക്കെ നമ്മുടെ അമ്മയൊക്കെ തേച്ച് തരുമല്ലോ, കൈതോന്നി തുളസി ഇതൊക്കെ ഇലയൊക്കെ ഇട്ട് എണ്ണ കാച്ചി തരുമല്ലോ. അപ്പോൾ അതുപോലെ ഒരു കൂട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കിയാലോ, ഇനിയെങ്കിലും കുറച്ച് നാൾ മുടിയെ ഒന്നിങ്ങനെ വളർത്തി ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ തലമുടി ഇങ്ങനെ വളർത്തണമെന്ന് വലിയ ആഗ്രഹം. അപ്പോൾ നിറച്ച് മുടി, തല നിറച്ച് മുടി ഇങ്ങനെ പിന്നി കെട്ടിയിട്ടൊക്കെ നടക്കണവരെ കാണുമ്പോൾ ഒരു ചെറിയൊരു അസൂയ ഉണ്ടോ എന്നൊരു സംശയം. അപ്പോൾ ഞാൻ കരുതി പണ്ട് നമ്മുടെ അമ്മയൊക്കെ നമുക്ക് എണ്ണയൊക്കെ കാച്ചി തരുമല്ലോ, അപ്പോൾ അതുപോലെയൊക്കെ ഒന്ന് ഇടിച്ച് നമുക്ക് ചെയ്ത് കാച്ചിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കത് നോക്കാമോ? നമുക്ക് ഫസ്റ്റ് വേണ്ടിയത് എണ്ണ, നല്ല ചെക്കിലിട്ടാട്ടിയ എണ്ണയാണ്. കാരണം ഇത് ഇത്രയും കിട്ടാൻ സാധനം ഞാൻ വൈകിപ്പോയി. എല്ലാം സേവനം കിട്ടി, പക്ഷേ നല്ല ചെക്കിലാട്ടിയ എണ്ണ കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് തിരക്കി നടന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയാണ്, നമുക്ക് ചെക്കിലാട്ടിയ നല്ല വെളിച്ചെണ്ണയാണ് വേണ്ടിയത്. രണ്ടാമതെന്നല്ല, നമുക്ക് എടുത്തു വെച്ച സാധനം ഒക്കെ എന്തൊക്കെയാണെന്ന് കാണാം. നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഇത് കരിഞ്ജീരകം കണ്ടോ, കരിഞ്ജീരകം, പിന്നെ നമ്മുടെ കൈതോന്നി അറിയാലോ, നമ്മളെ വയലിലൊക്കെ ഇങ്ങനെ കിളിർത്ത് കിടക്കും. പിന്നെ ചില പറമ്പിലൊക്കെ വെട്ടി വൃത്തിയിലാക്കാതെ കിടക്കണ പറമ്പിലൊക്കെ കിട്ടും. പക്ഷേ ഇത് 2-3 ദിവസം ആയി എടുത്തു വെച്ചിട്ട്. കാരണം ഈ എണ്ണ കിട്ടാൻ വൈകിയത് കൊണ്ട് നല്ല ചെക്കിലാട്ടിയ എണ്ണ വേണമല്ലോ. അപ്പോൾ അത് തപ്പി നടക്കണതിനകത്ത് ഇതെല്ലാം അങ്ങനെ ചീത്തയായിപ്പോയി. എന്നാലും ഇതിൻ്റെയൊക്കെ തണ്ടിലൊക്കെ നല്ല ഔഷധ ഗുണം ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര മാത്രമേ സുന്ദരിയായിട്ട് കിട്ടിയുള്ളൂ ഇല. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നതാണ്, ഇതിപ്പോൾ പറിച്ചതാണ്. അതുകൊണ്ടാണ് ഇത്ര സുന്ദരിയായി കിട്ടിയത്. എന്തോന്നാ, കൈതോന്നി. ഇതാണ് കൈതോന്നി. അറിഞ്ഞുകൂടാത്തവർ നോക്കിക്കോ, ഇങ്ങനെ നിൽക്കുന്നതാണ് കൈതോന്നി. ഈ ചെറിയ പൂക്കളുള്ള, നല്ല വെള്ള പൂക്കളുള്ള ഇതുപോലെ ഇങ്ങനെ നിൽക്കും, അതാണ് കൈതോന്നി. രണ്ടാമത് ഞാൻ നമ്മുടെ കുറച്ച് അപ്പുറത്തുനിന്ന് ഒരു ആരുമില്ലാത്ത ഒരു പറമ്പിൽ കുറേ ഇങ്ങനെ കിടന്നു. അപ്പോൾ ഞാൻ തരാം, അതിൽ കുറേ കൃഷ്ണ തുളസി, രാമതുളസി ആയിരുന്നാലും കൊള്ളാൻ കേട്ടോ. രണ്ടും വേണം, രണ്ടും ഉണ്ടെങ്കിലും സൂപ്പറാണ്. കഴുകി വൃത്തിയാക്കി, എന്നാലും അതിൻ്റെ ഇടയിലൊക്കെ ഒന്നൊന്ന് ഇലയൊക്കെ ഇരിക്കണം. അപ്പോൾ ഈ നമ്മുടെ തുളസി പിന്നെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ കിട്ടിയുള്ളൂ. നമ്മുടെ അശോകതെറ്റി ഉണ്ടല്ലോ, അശോകതെറ്റി ഒരുപാടിടത്ത് നിൽക്കണു, പക്ഷെ ആരും തരില്ല. കയറി പറിക്കണ്ടേ, മരത്തിൽ പൊങ്ങി. പിന്നെ ഒരു മതിലിൻ്റെ ചാഞ്ഞ് ഇങ്ങനെ ഒരു കണ്ടത്തിൽ ഇങ്ങനെ കിടന്നു. ആ തൊഴിഞ്ഞ് കുലുക്കി, നമ്മൾ പുളി പണ്ടൊക്കെ ഇങ്ങനെ കാച്ചെടുക്കും ഉലുക്കുമല്ലോ, അങ്ങനെ ഉലുക്കി കിട്ടിയ അശോകത്തെറ്റിയും ഇത്രയേ കിട്ടിയുള്ളൂ. ഇത് വെച്ച് നമുക്ക് ഓണം പോലെ ഓക്കെ. അത് കണക്ക് നമ്മളെ ഇലക്കറി ഉണ്ടല്ലോ, ഇലക്കറി ചേട്ടൻ, അതാണ് നമ്മുടെ ശരീരത്തിനും ഉള്ളിൽ ചെന്നാലും ഔഷധ ഗുണം കൂടിയ നമ്മുടെ ഇലക്കറി ചേട്ടൻ. പക്ഷേ ഇന്നലെ കിട്ടിയതാണ്. അപ്പം അതിങ്ങനെ വെച്ചപ്പോൾ നല്ല കുതിർന്ന് ഇങ്ങനെ എന്താ പറയുക, ഇളകി നെട്ടിന്നൊക്കെ ഇങ്ങനെ കിടക്കുവാണ്. എന്നാലും കുഴപ്പമില്ല, നമുക്ക് വെച്ച് റെഡിയാക്കാം. ഇതിനെല്ലാം അടുത്ത് നമുക്ക് കിട്ടിയത് കണ്ടോ, നമ്മളിവിടെ ഇതിനെ നവരപ്പച്ചല എന്ന് പറയും. അവിടെയൊക്കെ എങ്ങനെ പറയുന്നത് എനിക്കറിയില്ല, ചില സ്ഥലങ്ങളിൽ എന്തോക്കെ പേര് പറയണ കേൾക്കാം. ഇത് നമ്മുടെ ഇവിടെ നവരപ്പച്ചില എന്ന് പറയും. ഇത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഇതിൻ്റെ നെട്ട് പറിച്ച് സ്ലേറ്റിലൊക്കെ മാച്ച് ഇതിൻ്റെ മണമൊക്കെ നല്ല മണം കേട്ടോ. അത് ഒന്ന്. പിന്നെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്ന് കറ്റോർ വാഴ, അതിൻ്റെ സൈഡ് ഈ മുള്ളുണ്ട്, മുള്ളിനെയൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇടിച്ചിട്ടില്ല, ഞാൻ അല്ലാതെ ഇട്ട് കച്ചെടുക്കും. പിന്നെ കുറച്ച് ചെമ്പരത്തിപ്പൂ ഭയങ്കര ക്ഷാമമാണ്, ഇവിടെ കിട്ടാനില്ല. കാരണം ഇവിടെ മുകളിൽ പണി നടക്കുന്നതുകൊണ്ട് ചെമ്പരത്തിയുടെ കൊമ്പൊക്കെ അരക്കിയിട്ടേക്കുന്നു. അപ്പോൾ അതിന് കിട്ടിയ കരഞ്ഞ് കഷ്ടപ്പെട്ട് ഇങ്ങനെ മുറിഞ്ഞ് കിടന്ന ഇതിൽ നിന്ന് പറിച്ചെടുത്ത് ഇത്ര ചെമ്പരത്തി പൂവേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മുടെ ചെമ്പരത്തി ഇല കണ്ടോ, നമ്മുടെ നല്ല മഴയത്ത് കിളിർന്നിട്ട് കിടക്കണേ ചെമ്പരത്തി ഇല കണ്ടോ, മുകളിൽ പണി നടക്കണം, അതാ സൗണ്ട്. പിന്നെ ഉണക്കനെല്ലിക്ക, അങ്ങാടിക്കടയിൽ വാങ്ങിയതാണ് ഉണക്കനെല്ലിക്ക. പച്ചനെല്ലിക്കയാണ് ബെസ്റ്റ് ഇടിച്ചിട്ട് എടുക്കാൻ, പക്ഷേ ഉണക്കനെല്ലിക്ക ഞാൻ വാങ്ങി. കാരണം പച്ചനെല്ലിക്ക തപ്പി നടക്കാൻ, കാരണം എണ്ണ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചെടികൾ ഇതൊക്കെ വാടിപ്പോയി. പിന്നെ ഇതിനെയൊക്കെ നശിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇത് കിട്ടി. പിന്നെ കാണമെന്ന് പറഞ്ഞ സംഭവം ഇന്ന് വാങ്ങിയതാണ്, അത് പാക്കറ്റ് പൊട്ടിച്ചിട്ടില്ല, ഇത് വാങ്ങി.
ഇത് കാണാൻ നല്ലതാണ്. അവർ പണ്ടുള്ളവർ കാണാൻ വിറ്റ് ഓണം കഴിക്കും എന്നൊക്കെ പറയണേക്കാം. പണ്ടൊരു പഴഞ്ചൊല്ലൊക്കെ പാട്ടൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതിലൊരു പഴയത് വാങ്ങി. ഇത്ര ഇടില്ല, കുറച്ചേ ഇടുള്ളൂ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണെന്ന സംഭവം എന്ന് എനിക്കറിയില്ല. പക്ഷേ പിന്നെ കരിഞ്ജീരക പട്ട ഇതും വാങ്ങി. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല ഈ ഒരു സംഭവം. ഇത് ഞാൻ അങ്ങാടി കടയിൽ സാധനം വാങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി വന്ന് ഇത് വാങ്ങി. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മുടി ഇങ്ങനെ നരച്ച് വരുമായിരുന്നു. ഇത് ഇട്ടപ്പോൾ നല്ല ചെമ്പ നിറമായി, പിന്നെ മുടി വളർന്നു, എണ്ണ കാച്ചിയതിന് ശേഷമാണ് ഇടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വെച്ചാൽ എന്തായാലും എല്ലാം കൂട്ടം എടുത്തില്ലേ, ഇത് ഇരുന്നോട്ടേന്ന്. പക്ഷേ ഇതിടാൻ എനിക്കൊരു ഭയമുണ്ട്, ഉള്ള മുടിയും പോവും, തലമുടിയെല്ലാം കൊഴിയുമെന്ന്. പിന്നെ അവരിങ്ങനെ പറയുമല്ലേ, നെറ്റിയൊക്കെ കയറിയിരുന്നു, ഇപ്പം മുടിയൊക്കെ കിളിർന്ന് വന്നു, നരച്ച മുടിയൊക്കെ ചെറുതായിട്ട് മങ്ങി തുടങ്ങി എന്നൊക്കെ. അപ്പോൾ വിചാരിച്ചു എന്തായാലും ഇട്ട് നോക്കാം എന്ന് കരുതി. അങ്ങനെ ഇത് മാത്രം ഒരു വിശ്വാസക്കുറവോടെ ചെയ്യുവാണ്. എന്തായാലും ഇരുന്നോട്ടെ. അങ്ങനെ ഇത്രയും ഇട്ട് ഞാൻ ഇന്ന് എണ്ണ കാച്ചാൻ പോവാം. റിസൾട്ട് കാച്ചിയതിന് ശേഷം എണ്ണ കാണിച്ചു തരാം. പിന്നെ വേറെ സംഭവം ഉണ്ട്, നമ്മുടെ റോസ്മേരി. ഇത് ഞാൻ അങ്ങാടി കടയിൽ നിന്ന് വാങ്ങിയതാണ്. എവിടെയും കിട്ടും, പൊടിയായിട്ടുണ്ട്, വെള്ളത്തിലുള്ള ഇതുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഞാനിതാ വാങ്ങിയത്, കാരണം എനിക്ക് പൊടിച്ചിടാനാണ്. അപ്പോൾ ഇത് വാങ്ങി. ഈ ചെടി ഉണ്ടല്ലോ, ഇന്നിതാ നമ്മളിങ്ങനെ ഈ ബാക്കിയുള്ള ഇതൊക്കെ തിരക്കി നടന്നപ്പോൾ ഒരു പറമ്പിൽ നിറച്ച് നിൽക്കുക. അപ്പോഴേ ഞാൻ അയ്യോ നമ്മൾ അറിഞ്ഞില്ലല്ലോ എന്ന്. എന്തായാലും പറിക്കാനല്ല, എന്തായാലും കിട്ടിയല്ലോ റോസ്മേരി. ഇത് വെള്ളം തിളപ്പിച്ചും ഇതും കാണും, ഇതൊക്കെ വെള്ളം തിളപ്പിച്ചും ആൾക്കാർ തലയിൽ തേക്കാറുണ്ട് എന്നൊക്കെ കുറേ വീഡിയോസ് കാണാറുണ്ട്. പക്ഷേ ഞാൻ എന്തായാലും ഇതിപ്പം കാച്ചായിടുവാണ്. നമുക്ക് കാച്ചിന് ശേഷം എണ്ണ എങ്ങനെ ഇരിക്കാൻ നോക്കാം. ഓക്കെ, നല്ല റിസൾട്ട് വരും. എൻ്റെ മക്കൾക്കൊക്കെ കൊടുക്കും. നല്ല റിസൾട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. ഓക്കെ. ഹലോ, കണ്ടോ നമ്മുടെ എണ്ണ ഇങ്ങനെ തിളയ്ക്കാൻ തുടങ്ങി. എല്ലാം നല്ല പാകമായി ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ മറന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. ശകല ഉലുവയും ശകല അരി, നമ്മുടെ സ്വന്തം, ഞാൻ റേഷരിയാണ് എടുത്തത് കേട്ടോ, സ്വന്തം റേഷരി ഇട്ടിട്ട്. എനിക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയില്ല, അപ്പോൾ അതൊക്കെ അങ്ങ് വീട്ടിലാണ്. ഇത് ഇപ്പോൾ ഞാൻ ഇഡ്ഡലി കൂട്ടത്തിലാണ് റെഡിയാക്കിയത്. അപ്പോൾ അതിലുള്ള സൈഡിലുള്ളതൊക്കെ കണ്ടോ കരിഞ്ഞ് തുടങ്ങി. എണ്ണ ഇങ്ങനെ തിളഞ്ഞ് ഇതാവുകയാണ്. കണ്ടോ, ഞാൻ ഇട്ടതൊക്കെ ഈ പരുവത്തിലെത്തി. എൻ്റെ ചെമ്പരത്തിപ്പൂവും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പരുവത്തിലെത്തി. എണ്ണ വെട്ടി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം ഇട്ടതെല്ലാം സൈഡിലിങ്ങനെ ഒതുങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ എണ്ണ വെട്ടി തിളയ്ക്കുന്നു. അപ്പോൾ നമുക്ക് ഇത് തണുത്ത് കുപ്പിയിലാക്കിയിട്ട് കാണാം. ഓക്കേ, കണ്ടോ, ഇതാണ് നമ്മൾ കാച്ചിയ എണ്ണ. ഞാൻ 1 ലിറ്റർ എണ്ണ വാങ്ങിയാൽ ഇത്രയും ഉണ്ട്. കുറച്ച് അതെല്ലാം ഉണ്ടാവും, ഒന്ന് കറക്റ്റ് എണ്ണ ഉണ്ട്. ഇതാണ് കാച്ചിയ എണ്ണ. കുപ്പിയിൽ നല്ല ഇതായിരിക്കും. ഇതാണ് അങ്ങനെ കാച്ചിയെടുത്ത എൻ്റെ എണ്ണ.